വൈകുന്നേരം വരുമ്പോഴേ വർണ്ണയ്ക്ക് കേൾച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തോന്ന് അവൻ മനസ്സിലാവാതെ ചോദിച്ചു. വൈകുന്നേരം വരുമ്പോ പരിപ്പുവട വേണ്ട, അത് കഴിച്ചു മടുത്തു, പഴംപൊരി മതിയിട്ടാ. ദത്തൻ തിരികെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ കൂട്ടുകാരികളുടെ അരികിലേക്ക് ഓടി. ഇനി അവിടെ നിന്നാൽ ദത്തന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരുമെന്ന് അവൾക്കും അറിയായിരുന്നു. അവർ 3 പേരും നേരെ പോയത് വർണ്ണയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വർണ്ണക്കുട്ടിയുടെ വീട് അല്ലേ? വർണ്ണയുടെ വീട് നോക്കി അനു പറഞ്ഞു. അതെ, ഇതാണ് എന്റെ കൊട്ടാരം. ഇതുവഴി പലതവണ പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് കയറണേ. കാരണം ദത്തനെ പേടിച്ചിട്ട് ഒരാൾ പോലും ഈ വീടിന്റെ പടി ചവിട്ടില്ല, വേണി പറഞ്ഞു. വർണ്ണ ചെടിച്ചട്ടിയിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നകത്തേക്ക് കയറി. ഇതെന്താടി പ്രേതഭവനാ? അകത്തേക്ക് കയറിയതും വേണി ചോദിച്ചു. ഇതൊന്നും ആയിരുന്നില്ല മക്കളെ, ഇതിലപ്പുറമായിരുന്നു, ഒരു വിധം ഞാൻ ഒതുക്കി വെച്ചതാ. അവൾ അകത്തേക്ക് കയറിക്കൊണ്ട് ബാഗിൽ ബെഡിലിട്ടു.